ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വിധിയെന്നോ യാദൃശ്ചികമെന്നോ ഒന്നില്ല. എല്ലാം ദൈവ പരിപാലനയുടേതാണ്. എല്ലാം ദൈവ പരിപാലന. രോഗം വന്നാലും ദൈവ പരിപാലനയാണ്, തകർച്ചയുണ്ടായാലും ദൈവ പരിപാലനയാണ്, പരാജയം വന്നാലും ദൈവ പരിപാലനയാണ്, ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും അതും ദൈവ പരിപാലനയാണ്, അനുഗ്രഹങ്ങളുണ്ടായാലും ദൈവ പരിപാലനയാണ്. എന്തെല്ലാം ഒരുവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുവോ അതെല്ലാം ദൈവ പരിപാലനയായി ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് അംഗീകരിക്കും. അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ. അപ്പോ സംഗീതരാജൻ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം അല്പം കൂടി ഭംഗിയുള്ളതായിട്ട്, വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തെ എടുക്കുമ്പോ ബുദ്ധിയിൽ എടുക്കുന്നതിനേക്കാൾ ഭംഗിയുള്ളതായി നമ്മുടെ ജീവിതം മാറും. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ചിലതൊക്കെ അംഗീകരിച്ച്, വിശ്വാസത്തിൽ ചിലതൊക്കെ സ്വന്തമാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോ നമ്മുടെ ആത്മീയ ജീവിതം അല്പം കൂടി ഭംഗിയുള്ളതായി ശ്രേഷ്ഠമായിട്ട് മാറും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ആയിത്തീരാൻ, നമ്മൾ അല്പം കൂടി ഭംഗിയുള്ളവരാകാൻ. ജീവിതത്തിന്റെ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ അനന്ത ജ്ഞാനത്തിന്റെയും പരിപാലനയുടെയും പൂർത്തീകരണമാണെന്ന് വിശ്വസിക്കുക, അംഗീകരിക്കുക. ഈ ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ നീ ഒത്തിരിയേറെ സങ്കടപ്പെട്ടും വേദനിച്ചും നിരാശപ്പെട്ടും ആകുലപ്പെട്ടും അസ്വസ്ഥപ്പെട്ടൊക്കെയുള്ള ജീവിതത്തിന്റെ വേളകളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടതെന്ന് നമുക്ക് കർത്താവ് തന്നെ നടത്തിക്കൊണ്ടുപോയി. എന്തിനാ? ഈ ആകുലതയുടെ ഏകാന്തതയുടെ നടുവിൽ എന്തോ സുന്ദരമായ കാര്യങ്ങൾ, ഭംഗിയുള്ള കാര്യങ്ങൾ നിന്നിൽ സംഭവിക്കാൻ ദൈവം നിന്നെ നടത്തി. ഇതെല്ലാം അനുവദിച്ചതാണ്. ഇതെല്ലാം ദൈവ പരിപാലനയിലാണ്. ദൈവം എനിക്കായി ഇതെല്ലാം ഒരുക്കുന്നത് വിശ്വസിക്കുക. അങ്ങനെ ദൈവ പരിപാലനയിൽ നമ്മൾ ജീവിതത്തെ എടുക്കാൻ പറ്റിയാലുണ്ടല്ലോ, ജീവിതം സുന്ദരമായിട്ട് മാറും. അതല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ കുറെ അങ്ങോട്ട് കഷ്ടപ്പെട്ടു, നമ്മളിൽ തന്നെ ജനിക്കും, നമ്മൾ മറ്റുള്ളവരെയും ജനിക്കും. ദൈവപരിപാലനയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ നമ്മൾ നമ്മുടെ ആന്തരികതയിൽ വിഭജിക്കപ്പെടും, നേരിടാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെയുള്ള എല്ലാവരെയും നമ്മൾ ഞെരുക്കാനുള്ള സാധ്യതയുണ്ട്. ചെയ്യേണ്ട കാര്യം ജീവിതം സുന്ദരമാക്കാൻ, നമ്മുടെയൊക്കെ ജീവിതം അല്പം കൂടി ഭംഗിയുള്ളതാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സന്തോഷത്തോടെ സ്വീകരിക്കുക. എല്ലാം ദൈവപരിപാലനയുടെ ഭാഗമാണെന്ന് അംഗീകരിച്ച് സ്വന്തമാക്കി മുന്നോട്ട് പോകുമ്പോൾ എല്ലാ സഹനങ്ങളുടെ നടുവിലും നമ്മുടെയൊക്കെ ജീവിതം സുന്ദരമുള്ളതായിട്ട് മാറും, സൗന്ദര്യമുള്ളതായിട്ട്. ഈ നാളുകളിൽ ഏതെങ്കിലുമൊക്കെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടോ, ആത്മാവിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടോ, അത് തിരിച്ചു പിടിക്കേണ്ട ദിവസങ്ങളായി ദിവസങ്ങളെ കണ്ടിട്ട് നമ്മുടെ ആത്മാവിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുക. അപ്പോ മുഖത്തിന്റെ സൗന്ദര്യം വർദ്ധിച്ചോളും, നമ്മുടെ ബന്ധങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കും, നമ്മുടെ ഭാവി ജീവിതത്തിന്റെ സൗന്ദര്യം വർദ്ധിക്കും, നമ്മുടെ സ്വകാര്യ ജീവിതത്തിന്റെ സൗന്ദര്യം പോലും വർദ്ധിക്കും.